270 റേഞ്ചിൽ വരുന്ന ആർട്ട് ലിനൻ ടൈപ്പ് മെറ്റീരിയലിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് പ്രസൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലൊരു റെഫറൻസ്, അതായത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുന്നു ഫീൽ ചെയ്തുകൊണ്ട് ഡിജിറ്റലി പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒരു 0 to 100 ഡൈയിങ് ആണ് വന്നിരിക്കുന്നത്. 58 to 60 ഇഞ്ച് വിഡ്ത്തിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പം ഇതിന് ആ ഗ്രഡേഷൻ കളേഴ്സിൻ്റെ വന്നിരിക്കുന്നത് കാരണം ഡാർക്ക് ടു ലൈറ്റ് വന്ന് വൈറ്റിലേക്ക് വന്ന് ആ വൈറ്റിനകത്താണ് അതേ കളറിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് നമ്മളൊരു ടെംപ്ലിംഗ് പോലെയാണ് ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ കളർ ഡിസ്ചാർജ് വന്നിരിക്കുന്ന കാരണം പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടെക്സ്ചർ ഇവിടെ ഫീൽ ചെയ്യും. അത് നാച്ചുറലാണ്, കളർ ഡാമേജ് അല്ല. അത് ആ ഷെയ്ഡിങ് വന്നിരിക്കുന്ന കാരണം മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം, ഈ ഡിജിറ്റൽ ഫ്ലോറൽ വരുന്ന ഭാഗം നമുക്ക് യോക്കിലേക്ക് കൊടുത്താൽ അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ യോക്ക് കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് തയ്ക്കാൻ പറ്റും. ലെങ്ത്ത് കുറച്ച് കയറിയിട്ടാണെങ്കിലും ചെറിയ കോളേർഡ് ആണെങ്കിൽ പിന്നത്തെ 2 സംഭവം നമുക്ക് സ്ലീവ്സിലേക്ക് എടുക്കാൻ പാകത്തിന് ചെയ്യാമല്ലോ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് എടുത്തത്. ഇത് അങ്ങനെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ട് ഡാർക്ക് ഷെയ്ഡ് മുകളിലേക്ക് മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്കിത് തയ്ക്കാൻ സാധിക്കും. കണ്ടോ? ഡാർക്ക് ടോൺ മുകളിലേക്ക് വന്നിട്ട് പ്രിൻറ്റഡ് താഴെ. ലെങ്ത് വൈസ് ചിലപ്പോൾ കൂടുതലുണ്ടാവും ചിലർക്ക്. അതിന് നമ്മൾ ഓരോ ഡിസൈൻസിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഓരോ കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇത് കണ്ടോ? നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നു. ഇത് നല്ലൊരു ഓറഞ്ചിഷ് റെഡ് ടോൺ ആണ് വരുന്നത്. കളർ കോമ്പിനേഷൻസ് എല്ലാത്തിൻ്റെയും കാണാൻ നല്ല ഭംഗിയാണ്. അടുത്ത് വന്നിരിക്കുന്നത് പീച്ചിഷ് ആണ്. അപ്പോൾ എല്ലാത്തിലും ആ ഫ്ലോറലാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ ചെയ്തെടുക്കാമെങ്കിൽ ഒരു അടിപൊളി യൂണീക്ക് പീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക.